ആത്മീയ കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഏവർക്കും ശുഭം നേരുന്നു. ഇന്നത്തെ വിഷയം വെറുക്കരുത് എന്നാണ്. വെറുക്കരുത് എന്ന് പറയുമ്പോൾ എന്തിന് എന്ന് ചോദിക്കാം. നമ്മുടെ ജീവിതത്തിൽ വെറുപ്പ് വരുന്ന പല ഘട്ടങ്ങളും ഉണ്ടാകും. ആ വെറുപ്പിനെ മാറ്റി പകരം സ്നേഹത്തെ പ്രതിഷ്ഠിക്കുക എന്നാണ് ഗീത പറയുന്നത്. വെറുക്കരുത് എന്ന് പലതരത്തിലുള്ള അത് ഒപ്പം സമഭാവനയുടെ ഒരു ചിത്രം കൂടിയാണ് ഗീത നൽകുന്നത്. സമത്വബുദ്ധി ഉണ്ടാകണമെന്ന്. ഇതിനെക്കുറിച്ച് പല അധ്യായങ്ങളിലൂടെ ഗീത മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ 12-ാം അധ്യായത്തിൽ ഭക്തിയോഗത്തിൽ ഏറെക്കുറെ സംക്ഷേപിച്ച് കാണാം. അതുകൊണ്ട് പലരും ആ അധ്യായം മുഴുവൻ മനഃപ്പാഠമാക്കാറുണ്ട്. അധ്യായങ്ങളിൽ ഏറ്റവും ചെറുത് ആയിട്ടും ഇതിനെ കരുതണം. 20 ശ്ലോകങ്ങളേ ഉള്ളൂ. അതിൽ പറയുന്നത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിർ യോ മേ ഭക്ത സമേ പ്രിയ എന്ന്. യോ മദ്ഭക്ത സമേ പ്രിയ എന്ന് ഇങ്ങനെ പറയുമ്പോൾ സന്തുഷ്ട സതതം യോഗി എന്ന് പറയുന്നുണ്ട്. എല്ലായ്പ്പോഴും യോഗി സന്തുഷ്ടവാനായിരിക്കും. അതിനു മുൻപ് തന്നെ അദ്വേഷ്ട സർവഭൂതാനാം എന്ന് വെച്ചാണ് തുടങ്ങുന്നത്. സകല ജീവജാലങ്ങളെയും കാര്യത്തിൽ ആരെയും ദ്വേഷിക്കാതിരിക്കുക. അദ്വേഷ്ട സർവഭൂതാന മനുഷ്യരെ മാത്രമല്ല ജീവജാലങ്ങളെ പോലും വെറുക്കരുത് എന്ന് പറയുന്നു. മൈത്ര കരുണയേവച അടുത്തത് പറയുന്നത് മൈത്രിയാണ്. മൈത്രി എന്ന് വെച്ചാൽ മിത്രതയാണ് ആവശ്യം. മൈത്ര കരുണ. അതും കഴിഞ്ഞിട്ട് അടുത്ത വാക്കാണെങ്കിൽ കരുണ എന്നാണ് പറയും. ദയയാണ്. ഇതൊക്കെ ഉണ്ടാകണം. ദ്വേഷിക്കാതിരിക്കുക, സ്നേഹം പകരുക, കൂടെ കരുണയുണ്ടായിരിക്കുക. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവച നിർമ്മമോ നിരഹങ്കാര. നിർമ്മമനായിരിക്കണം, നിരഹങ്കാരിയായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെയും പറയുന്നു സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ. അങ്ങനെയുള്ള ആൾ സമദുഃഖ സുഖങ്ങളെ ആയിട്ട് ദുഃഖവും സുഖവും ഒരുപോലെ ആയിരിക്കുന്ന ആൾ, ക്ഷമയോടുകൂടിയ ആൾ, സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ. ആത്മാവിൽ ദൃഢനിശ്ചയമുള്ള ആളായിരിക്കണം. മൈ അർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയ. ആരാണോ എന്നിൽ മനസ്സർപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഇയാളാണ് എൻ്റെ ഭക്തനായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് ദ്വേഷമില്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇതിനെ പറ്റിയിട്ട് വീണ്ടും അവസാനത്തിലെ ശ്ലോകങ്ങളിൽ ആ ഭാഗങ്ങളിലും പറയുന്നത് യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി. വീണ്ടും പറഞ്ഞത് പോരാഞ്ഞിട്ടാണ് യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യസ് സമേ പ്രിയ. ഇവിടെ വീണ്ടും ആ ഹൃഷ്യതി എന്ന് വെച്ചാൽ സന്തോഷിക്കുന്നത്. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി, ഒരിക്കലും ദ്വേഷമില്ലാത്ത ആൾ. ന ശോചതി ന കാംക്ഷതി, ദുഃഖിക്കുകയില്ല, ഒന്നിനെയും ആഗ്രഹിക്കുകയില്ല എന്ന് വീണ്ടും വീണ്ടും പറയാം. പിന്നെ സമശത്രൗച മിത്രേച്ച, ശത്രുവിനെ പോലും വെറുക്കരുതെന്നാണ്. സമശത്രൗച മിത്രേച്ച തഥാ മാനാപമാനയോ, തനിക്ക് അപമാനം വന്നാലാ അല്ലെങ്കിൽ തനിക്ക് മാനം വന്നാലും അതിൽ ആ കാര്യത്തിൽ വെറുക്ക് എന്നുള്ള കാര്യമില്ല. ശീതോഷ്ണ സുഖദുഃഖേഷു, വീണ്ടും പറയുകയാണ്, ശീതമായാലും ഉഷ്ണമായാലും തണുപ്പായാലും ചൂടായാലും അവിടെ സമദുഃഖ സുഖക്ഷമി എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും പറയുന്നു തുല്യനിന്ദ സ്തുതർമ്മമുനി. തുല്യമായ ഒരു അവസ്ഥ, തന്നെ നിന്ദിച്ചാലും അഥവാ തന്നെ പുകഴ്ത്തിയാലും അതിനെ വെറുപ്പ് കാണിക്കരുത്.
സന്തുഷ്ടോ ഏന കേന, വീണ്ടും പറയുന്നു സന്തുഷ്ടോ ഏന കേന ചിത്ത്, എന്ത് കിട്ടിയാലും അതിൽ സന്തോഷം അനുഭവിക്കുക. അനികേത സ്ഥിരമതി ഭക്തിമാൻമേ പ്രിയോ നര. ഇങ്ങനെ ഭക്തൻ്റെ വിശേഷങ്ങളെല്ലാം പറയുമ്പോൾ ഒരു യഥാർത്ഥ യോഗിയുടെ ഗുണഗണങ്ങൾ വളരെ സംക്ഷേപിച്ച് ഇവിടെ പറയുന്നത്. അതിൽ ഏറ്റവും മുൻതൂക്കം നൽകുന്നത് ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കരുത്, നമ്മൾ ആരെയും വെറുക്കരുത് എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ഇവിടെ ഭക്തിയോഗത്തിൽ പറയുന്നതിൽ ഒരു കാര്യം ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട്. സാകാര ഭക്തി ഉണ്ട്, ഭക്തി രണ്ട് തരത്തിലുണ്ട് പ്രധാനമായിട്ടും. ഒന്ന് സാകാര ഭക്തിയാണ്, രണ്ട് നിരാകാര ഭക്തിയാണ്. ദൈവത്തിനൊരു രൂപമുണ്ട് എന്ന് കരുതുന്നതാണ് സാകാരം. അതിനെ സഗുണഭക്തി എന്നും പറയും. അല്ല, ഇതില്ല, രൂപമില്ല എന്ന് കരുതുന്നത് നിരാകാര ഭക്തിയാണ്. അത് നിർഗുണ ഭക്തിയാണ്. നിർഗുണ ഭക്തി കുറേ കൂടി ശ്രമകരമാണ്. കാരണം അമ്പലങ്ങളിൽ പോവുക, വഴിപാട് നൽകുക, അതിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, ഇതൊക്കെ സാകാര ഭക്തിയിൽപ്പെടും. അതൊന്നുമില്ലാതെ, അത്തരം ചടങ്ങുകൾക്കൊന്നും നിൽക്കാതെ തന്നെ മനസ്സുകൊണ്ട് ഈശ്വരനെ കാണാനുള്ള, പ്രവൃത്തി കൊണ്ട് അതിൽ എല്ലാത്തിലും ഈശ്വരനെ കാണാനുള്ളതായ ശ്രമം, അത് കുറച്ച് ശ്രമകരമാണ്. പക്ഷേ വലിയ ആളുകൾ അതിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. സാധാരണക്കാർക്ക് ക്ഷേത്രങ്ങളെയും അല്ലെങ്കിൽ ദൈവത്തിന് രൂപം കാണിക്കുന്നതിലാണ് ശ്രദ്ധ. അപ്പോൾ ഇത് മാറിയിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആ ഭക്തിയെക്കുറിച്ച് പറയുന്നതെല്ലാം ഭഗവത്ഗീതയുടെ മുഴുവൻ ഒരു സാരസമ്പത്ത് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് വാസ്തവത്തിൽ കഠോപനിഷത്തിൻ്റെ ഒരു മന്ത്രവാക്യം, ശാന്തിവാക്യമുണ്ട്. അതിൻ്റെ ഒരു വിപുലനം കൂടിയാണ് അത്. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി. ഇവിടെ മാ വിദ്വിഷാവഹൈ എന്ന് പറയുന്നത് നോക്കൂ, ആരെയും വെറുക്കാതിരിക്കുക എന്നുള്ള ഒരൊറ്റ വരി കൊണ്ട് ഇത് വ്യക്തമാക്കുന്നു. മാ വിദ്വഷാഹ വഹേ എന്നുള്ള മന്ത്രം കൊണ്ട് നാം ശ്രേയസ്സിനെ വരിക്കും, എല്ലായിടത്തും ശാന്തിയും വരിക്കും. ഇത് വിദ്വേഷമൽപ്പവും ഇല്ലാതെ ഒരുമിച്ച് പഠനം കളിച്ചിരി ഭക്ഷണവും സഹകരിച്ചാനന്ദ ജീവിതം തീർക്കുവാൻ വഴിയൊരുക്കിയിടാവു ഭരണകൂടം എന്ന് ഇതിനെ മലയാളത്തിൽ ആണെങ്കിൽ ഒരു പുതിയ ആശയത്തിൽ പുനരാവിഷ്കരിക്കാൻ പറ്റും. വിദ്വേഷം അല്പവുമില്ലാതെ. ഇത്തവണ ഒരു പുതുവത്സരത്തിൻ്റെ സന്ദേശമായിട്ട് നൽകാൻ എനിക്ക് തോന്നിയത് മാ വിദ്വിഷാവഹൈ എന്ന മന്ത്രം കൊണ്ടുള്ള യജ്ഞമായി ജീവിതം മാറ്റിയാൽ ലോകം മാറും സ്നേഹത്തിൻ നാഗമായി എന്നാണ്. ഇങ്ങനെ ഈ ഒരു സന്ദേശം, ഈ ഒരു വാക്യം, ഈ ഒരു ഭക്തിയുടെ പാരമ്യത്തിൽ പറയുന്നതായ ഈ നിർദ്ദേശങ്ങൾ നമുക്ക് ജീവിതത്തിൽ മാതൃകയാകട്ടെ. ഇതിനു വേണ്ടി ആണ് നാം ഭഗവത്ഗീതയെ ഉപാസിക്കുന്നത്. ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. ഏവർക്കും ശുഭം നേരുന്നു.